രാമായണം ഒരു കണ്ണാടിയാണ്. കണ്ണാടി നമ്മുടെ മുഖം നോക്കാനുള്ളതാണ് കണ്ണാടി. ആ രാമായണത്തിൽ വാനരന്മാരുടെ കഥയുണ്ട്, രാക്ഷസന്മാരുടെ കഥയുണ്ട്, മനുഷ്യരുടെ കഥയുണ്ട്, ദേവന്മാരുടെ കഥയുണ്ട്. ഇതൊക്കെ സംസ്കാരമനുസരിച്ചാണ് വേർതിരിക്കുന്നത്. ഇപ്പോൾ ബാലിസുഗ്രീവന്മാരുടെ കഥ വാനരന്മാരുടെ കഥയാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, അകാരണമായി കോപിച്ച് ക്ഷമയില്ലാതെ തൻ്റെ സഹോദരനെ അടിച്ചൊടിക്കുകയാണ് ബാലി ചെയ്യുന്നത്. സുഗ്രീവൻ ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോൾ ആവശ്യപ്പെടാനുള്ളത്, എൻ്റെ ജ്യേഷ്ഠനെ കൊന്ന് എനിക്ക് എൻ്റെ ഭാര്യയെ വീണ്ടെടുത്ത് തരണം എന്നുള്ള അപേക്ഷയാണ്. അപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ ക്ഷമയില്ലാതെ മത്സരബുദ്ധിയോടുകൂടി ജീവിക്കുക, സഹോദരനെ കൊന്നു തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള താഴ്ന്ന ചിന്താഗതി അത് ആരിലുണ്ടോ അവരൊക്കെ വാനരന്മാർ തന്നെയാണ്. രാക്ഷസത്വം അതിനേക്കാളും കുറച്ച് കഷ്ടമാണ്. കേവലം അവനവൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് ആരെയും ഉപദ്രവിക്കാനോ നിഗ്രഹിക്കാനോ വിഷമമില്ല. മറ്റൊരാളുടെ ഭാര്യയെപ്പോലും മോഷ്ടിച്ചു കൊണ്ടുവന്ന് തനിക്ക് അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു രാവണൻ. ഇതാണ് രാക്ഷസത്വം. അപ്പോൾ കേവലം സ്വാർത്ഥ ചിന്തയ്ക്ക് വേണ്ടി ലോകത്തിൽ ആരെയും ഉപദ്രവിക്കാൻ തയ്യാറാവുന്നു എന്ന് വന്നാൽ അതാര് തന്നെ ആയാലും അയാൾ രാക്ഷസനാണ്. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും ഒക്കെ ദേവന്മാരാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, അവർ ത്യാഗത്തിൻ്റെ മൂർത്തികളാണ്. അവരൊരിക്കലും അവരുടെ സ്വാർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. ഏതേ സത്പുരുഷ പരാർത്ഥഘടകാഹ സ്വാർത്ഥാൻ പരിത്യജ്യയേ. അവനവൻ്റെ സ്വാർത്ഥങ്ങളെ ത്യജിച്ച് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ത്യാഗം അനുഭവിക്കാൻ തയ്യാറാവുന്നവരാണ് സജ്ജനങ്ങൾ. സാമാന്യാസ്തു പരാർത്ഥം ഉദ്യമഭൃത സ്വാർത്ഥ അവിരോധേനയെ. സാധാരണ ആളുകൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനൊക്കെ തയ്യാറാണ്, പക്ഷെ തൻ്റെ കാര്യത്തിന് യാതൊരു മുടക്കം ഉണ്ടാവരുത്. തേമീ മാനുഷരാക്ഷസ പരഹിതം സ്വാർത്ഥായ നിഘന്തിയെ. അവർ മനുഷ്യരൂപത്തിലുള്ള രാക്ഷസന്മാരാണ്. കണ്ടാൽ മനുഷ്യനാ തോന്നും, പക്ഷേ സ്വഭാവം കൊണ്ട് രാക്ഷസന്മാരാണ്. പരഹിതം സ്വാർത്ഥായ നിഘന്തി. മറ്റുള്ളവരുടെ ഏതൊരു നന്മയെയും അവനവൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടി നശിപ്പിക്കാൻ തയ്യാറാണ്. ഇതാണ് രാവണ കുംഭകർണന്മാരുടെ കഥ. ഏതു ഘ്നന്തി നിരർത്ഥകം പരഹിതം തേക്കേന ജാനീമഹേ. വേറെ ചിലരുണ്ട്, തനിക്ക് ഒരു കാര്യവും സാധിക്കാനില്ല, എന്നാലും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ വലിയ താല്പര്യം. അവർക്ക് എന്താ പേര് പറയേണ്ടത് എനിക്കറിയില്ല എന്നാണ് ഭർതൃഹരി പറയുന്നത്. അപ്പോൾ ഈ വാനരന്മാരുടെയും രാക്ഷസന്മാരുടെയും മനുഷ്യരുടെയും ദേവന്മാരുടെയും എല്ലാം കഥ രാമായണത്തിൽ പ്രതിപാദിക്കാൻ കാരണം നമ്മൾ ഇതിലേതിൽ പെട്ടതാണ് എന്ന് ചിന്തിക്കുക. ഇതിലാരുടെ സംസ്കാരമാണ്, ആരുടെ സ്വഭാവമാണ് എനിക്കുള്ളത്, ഇത് ചിന്തിക്കാൻ വേണ്ടി അതിൽ തിരുത്തി ആ മനുഷ്യത്വത്തിൽ നിന്ന് ഈശ്വരത്വത്തിലേക്ക് ഉയരാനായിട്ട് പരിശ്രമിക്കണം എന്ന് സൂചിപ്പിക്കാനാണ് ഈ കഥകളെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു കോടീശ്വരനായ ഒരാൾ കപ്പലിൽ യാത്ര ചെയ്യായിരുന്നു. കുറച്ച് ദൂരം ചെന്നപ്പോൾ കപ്പൽ തകരാറായി, അത് മുങ്ങിപ്പോകും എന്ന് വന്നപ്പോൾ വേഗത്തിൽ എല്ലാവരും ഉള്ള ലൈഫ് ബോട്ടിൽ അവരവരുടെ സീറ്റുകളൊക്കെ പിടിച്ചു. ഈ കോടീശ്വരന് നോക്കുമ്പോൾ ലൈഫ് ബോട്ടിൽ സീറ്റ് കിട്ടിയില്ല. അദ്ദേഹം ആകെ പരിഭ്രമിച്ച് എഴുന്നേറ്റ് പോക്കറ്റിൽ നിന്ന് ചെക്ക് ബുക്ക് എടുത്തിട്ട് പറഞ്ഞു, ഞാൻ വലിയ കോടീശ്വരനാണ്, കണക്കല്ലാത്ത സമ്പത്ത് എൻ്റെ ബാങ്കിലുണ്ട്, ഞാനതൊരു ബ്ലാങ്ക് ചെക്ക് എഴുതി തരാം, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ ചെക്ക് സ്വീകരിച്ച് അതിലൊരു സീറ്റ് എനിക്ക് തന്നാൽ തിരക്കേടില്ല, ലൈഫ് ബോട്ടിലൊരു സീറ്റ് തന്നാൽ തിരക്കേടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചിരിച്ചു. മനുഷ്യ, തൻ്റെ കോടികൾ വാങ്ങിയിട്ട് അവനവൻ്റെ ജീവിതം ബലിയർപ്പിക്കാൻ ആരെങ്കിലും തയ്യാറാവോ? അങ്ങ് എന്ത് മണ്ടത്തരമാണ് ഇത് പറയുന്നത്? അതായത് വിലമതിക്കാൻ കഴിയാത്തതാണ് മനുഷ്യജന്മം എന്നർത്ഥം. എത്ര കോടികൾ കിട്ടിയാലും അതിനൊന്നും വിലമതിക്കാൻ സാധ്യമല്ല. അത്രയും വലിയ മനുഷ്യജന്മം തുച്ഛമായ വിഷയങ്ങളെ സമ്പാദിക്കുന്നതിന് വേണ്ടി നശിപ്പിച്ചു കളയുന്നു ഈ ലോകം എന്നുള്ളതാണ്. എന്തിനു വേണ്ടി ജനിച്ചു എന്ന് പോലും മനുഷ്യൻ ഓർക്കുന്നില്ല. ഈ വിലമതിക്കാൻ കഴിയാത്ത ജീവിതം അത് തുച്ഛമായ വിഷയസുഖങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല, അത് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ളതാണ് എന്ന് എപ്പോഴും ഓർമ്മിക്കുക. ഇവിടെ രാമായണത്തിൽ നോക്കിക്കോളൂ, രാവണൻ്റെ കഥയുണ്ട്, ശ്രീരാമൻ്റെ കഥയുണ്ട്, ശൂർപ്പണഖയുടെ കഥയുണ്ട്, ശബരിയുടെ കഥയുണ്ട്. എന്താ ശൂർപ്പണഖയുടെ കഥ? ശൂർപ്പണഖ രാവണൻ്റെ സഹോദരിയാണ്, വിധവയാണ്. അനേകം രാക്ഷസന്മാരോടുകൂടി സ്വച്ഛന്തം വിഹരിക്കുകയാണ്. എതിർച്ചയാ ശ്രീരാമചന്ദ്രനെ കണ്ടു, ആ ശ്രീരാമനെ ഭർത്താവായി കിട്ടണം എന്ന് ആഗ്രഹിച്ചു. ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, എൻ്റെ കൂടെ ഭാര്യയുണ്ട്, എനിക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടി വന്നാൽ ആ സീതയെ തന്നെ ഞാനിപ്പോൾ പിടിച്ചു വിഴുങ്ങാം എന്ന് പറഞ്ഞ് അതിന് ഭാവിച്ചപ്പോഴാണ് ലക്ഷ്മണൻ അംഗഭംഗം വരുത്തി വിട്ടത്. അപ്പോൾ സ്വാർത്ഥത്തിന് വേണ്ടി ആണ് ശ്രീരാമചന്ദ്രനെ പ്രാപിച്ചതുപോലും. ഭഗവത് ദർശനം ഉണ്ടായി, പക്ഷേ പ്രയോജനമൊന്നും ഉണ്ടായില്ല, തനിക്ക് നാശമാണ് സംഭവിച്ചത്. ശബരിക്കും ഭഗവത് ദർശനമുണ്ടായി. ശബരി
ഈ മഹർഷിമാരെ അനുഗ്രഹിച്ചു, നീ ഇവിടെ ഇരുന്നോളൂ, ശ്രീരാമചന്ദ്രൻ ഇവിടെ വരും, നിനക്ക് ശ്രീരാമചന്ദ്രൻ്റെ ദർശനം കിട്ടും എന്ന് പറഞ്ഞു. ആ പറഞ്ഞ അനുഗ്രഹിച്ച മഹർഷിമാരൊക്കെ പോയി കഴിഞ്ഞു. ശബരി എന്നും വീട് വൃത്തിയാക്കി ഫലമൂലങ്ങളൊക്കെ ശേഖരിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ശ്രീരാമചന്ദ്രൻ ഇവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ശ്രീരാമചന്ദ്രൻ അവിടെ വന്നു, ആ പഴങ്ങളൊക്കെ സമർപ്പിച്ചു. ശബരിയുടെ ജന്മം തന്നെ സഫലമായി. അപ്പോൾ ശൂർപ്പണഖയ്ക്കും ശബരിക്കും ശ്രീരാമചന്ദ്രൻ്റെ ദർശനമുണ്ടായി. പക്ഷേ അർഹതയില്ലാത്തത് കൊണ്ട് ശൂർപ്പണഖയ്ക്ക് അത് നാശത്തിന് കാരണമായി, ശബരിക്ക് അത് അനുഗ്രഹത്തിനും കാരണമായി. ശബരി വീട് വൃത്തിയാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ശുദ്ധിയായി വെക്കുക എന്നർത്ഥം. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സ് പരിശുദ്ധമാക്കി വെക്കണം. ആ പരിശുദ്ധമായ മനസ്സിൽ ഈശ്വരൻ പ്രകാശിക്കൂ എന്നുള്ളതാണ്. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ഭഗവാൻ എൻ്റെ മനസ്സിൽ പ്രകാശിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പരമാവധിയൊക്കെ പ്രയത്നിക്കുന്നുണ്ട്. പക്ഷേ അത് സാധിക്കുന്നില്ല. കാരണം മനഃശുദ്ധി പോരാ എന്നർത്ഥം. എന്താ ഈ മനസ്സിൻ്റെ ശുദ്ധി? മനസ്സ് ശുദ്ധവും അശുദ്ധവുമായിട്ടുള്ള രണ്ട് മനസ്സുണ്ട്. കാമസങ്കല്പങ്ങളോട് കൂടിയ മനസ്സ് അശുദ്ധമാണ് എന്നുള്ളതാണ്. ഇവിടെ വലിയൊരു ജന്മി തൻ്റെ കൃഷിസ്ഥലത്ത് എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോൾ ചളിയുള്ള സ്ഥലത്തിരിക്കില്ല, നല്ല പുൽത്തകിടിയിലോ കല്ലിലോ മാത്രമേ ഇരിക്കുള്ളൂ. തൻ്റെ സ്ഥലം തന്നെയാണ്, പക്ഷേ വൃത്തിയുള്ള സ്ഥലത്തേ ജമ്മി ഇരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതുപോലെ ഭഗവാനും പരിശുദ്ധമായ ഹൃദയത്തിൽ മാത്രമേ പ്രകാശിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കലാണ് ആദ്യമായിട്ട് ആവശ്യം. അതിന് ഈ മഹാത്മാക്കളുടെ കഥ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എങ്ങനെയായാൽ ഹൃദയം പരിശുദ്ധമാകും എന്ന് പഠിക്കാനായിട്ട് സാധിക്കും.